നമസ്കാരം. 2025 ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാനിരിക്കെ ആദായ നികുതി ഇളവുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. വരുമാന നഷ്ടത്തിന്റെ പരിധി മുൻകൂട്ടി കണ്ട് ഇളവുകൾ പ്രഖ്യാപിക്കുന്ന രീതിയാണ് നിലവിൽ സർക്കാർ സ്വീകരിച്ചു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇളവുകൾ പലപ്പോഴും കാലോചിതമാകാറില്ല. ലോകമെമ്പാടുമുള്ള സർക്കാരുകളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് വ്യക്തിഗത ആദായ നികുതി. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെയും മറ്റു രാജ്യങ്ങളിലെയും ആദായ നികുതിയും വർഷാവർഷം നടത്തുന്ന പരിഷ്കാരങ്ങളുടെ മാനദണ്ഡവും നോക്കാം. വ്യക്തിഗത ആദായ നികുതി ബാധകമല്ലാത്ത പ്രധാന ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് UAE. അതായത് ലഭിക്കുന്ന ഒരു രൂപയ്ക്ക് പോലും ആദായ നികുതി നൽകേണ്ടതില്ല. വരുമാനത്തിനായി പരോക്ഷ നികുതിയാണ് രാജ്യം ആശ്രയിക്കുന്നത്. വാറ്റ്, എണ്ണ, ടൂറിസം വരുമാനം എന്നിവയാണ് അവയിൽ പ്രധാനം. UAE പോലെ പരോക്ഷ നികുതികളിലൂടെയാണ് ബഹ്റൈനും വരുമാനം കണ്ടെത്തുന്നത്. എണ്ണ തന്നെയാണ് അതിൽ പ്രധാനം. നികുതിയുടെ കാര്യത്തിൽ ചെറുകിട ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും അനുകൂലമായ അന്തരീക്ഷം ബഹ്റൈനിലുമുണ്ട്. എണ്ണ കയറ്റുമതിയിലൂടെയാണ് പ്രധാന വരുമാനം. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ ഇവിടെയും വ്യക്തിഗത ആദായ നികുതിയില്ല. ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈത്ത് എന്നതും ശ്രദ്ധേയമാണ്. വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് ആദായ നികുതി ഈടാക്കാത്ത മറ്റൊരു ഗൾഫ് രാജ്യമാണ് സൗദി. പരോക്ഷ നികുതി സമ്പ്രദായത്തിൽ നിന്ന് രാജ്യത്തിന് പ്രയോജനം ലഭിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ടാക്സ്, വിൽപ്പന നികുതി തുടങ്ങിയവ ബാധകമാണ്. ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിലും വ്യക്തിഗത ആദായ നികുതി ഈടാക്കുന്നില്ല. വിനോദസഞ്ചാരികളുടെ പർദീസയായാണ് ബഹാമസ് അറിയപ്പെടുന്നത്. ടൂറിസവും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ നിന്നുമാണ് പ്രധാനമായും വരുമാനം ലഭിക്കുന്നത്. വ്യക്തിഗത ആദായ നികുതി ഈടാക്കാത്ത മറ്റൊരു രാജ്യം. ഇനി ഉയർന്ന ആദായ നികുതി ഈടാക്കുന്ന രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ സമഗ്രമായ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പൊതുജനാരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കാണ് ഈ രാജ്യങ്ങൾ പ്രധാനമായും ആദായ നികുതി ഈടാക്കുന്നത്. വ്യക്തിഗത ആദായത്തിന് 57.3% ഫിൻലൻഡിലെ നികുതി. സാമൂഹിക സുരക്ഷ, ദേശീയ പെൻഷനുകൾ, സൗജന്യ ആരോഗ്യ സംരക്ഷണം എന്നിവ ഫലപ്രദമായ രീതിയിൽ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. പൊതുജനക്ഷേമത്തിന് പ്രാധാന്യം നൽകി സർക്കാർ വൻതോതിൽ നിക്ഷേപവും നടത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആദായ നികുതി നിരക്ക് ഈടാക്കുന്നത് ഐവറി കോസ്റ്റിലാണ്. 60% നികുതി. ജപ്പാൻ, ഡെൻമാർക്ക്, ഓസ്ട്രിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ 50%-ലേറെ ആദായ നികുതി ഈടാക്കുന്നുണ്ട്. ബെൽജിയത്തിലാകട്ടെ 50%-മാണ് ഈ ഇനത്തിൽ നൽകേണ്ടത്. വരുമാനത്തിന്റെ പകുതിയിലധികം ആദായ നികുതി നൽകേണ്ടി വന്നിട്ടും ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ആഗോളതലത്തിൽ ഏറ്റവും സമ്പുഷ്ടരായിരിക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, കാര്യക്ഷമമായ ഭരണം, പൊതുസേവനങ്ങൾ എന്നിവ അവരുടെ സംതൃപ്തിക്ക് കാരണമായി വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയിൽ 3 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല. 3 മുതൽ 7 ലക്ഷം രൂപ വരെ 5% നികുതി ബാധ്യത. 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%, 12 മുതൽ 15 ലക്ഷം വരെ 20%, അതിനു മുകളിൽ 30%-മാണ് നികുതി നൽകേണ്ടത്. അതായത് ഉയർന്ന ആദായ നികുതി സ്ലാബ് 30%-ആണ്. സമീപ വർഷങ്ങളിലായി ആദായ നികുതിയിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടെങ്കിലും പരിഷ്കാരങ്ങൾ കാലോചിതമാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. കിഴിവുകൾ ഒഴിവാക്കിയാണ് 2020 പുതിയ സമ്പ്രദായം അവതരിപ്പിച്ചത്. വീട്ടുവാടക ഇളവ്, ഭവന വായ്പയുടെ പലിശയ്ക്കും മുതലിലേക്കുമുള്ള തിരിച്ചടവിനുള്ള കിഴിവ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയവയ്ക്കുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവയാണ് പുതിയത് വന്നതോടെ പടിക്ക് പുറത്താവുന്നത്. പഴയതിൽ തുടർന്നാൽ ഈ ആനുകൂല്യങ്ങൾ നേടാമെങ്കിലും സ്ലാബ് പരിഷ്കരിക്കാത്തതിനാൽ കഴിവിന്റെ പ്രയോജനം അപ്രസക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പുതിയ നികുതി വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാർ നയം. വർഷം തോറും ഓരോ ബജറ്റിലും ചെറിയ തോതിലുള്ള ആനുകൂല്യം വർധനവ് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ പരിഷ്കരണം നടത്തുമ്പോഴും വരുമാനത്തിന് ഇത്രത്തോളം കുറവുണ്ടാകുന്നുണ്ടെന്നതാണ് സർക്കാരിന്റെ മാനദണ്ഡം. അതേസമയം പണപ്പെരുപ്പ തോതിന് ആനുപാതികമായി യുക്തിസഹമായി നികുതി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. താഴ്ന്ന ഇടത്തരം വരുമാനക്കാരുടെ ചിലവഴിക്കൽ ശേഷിയും സമ്പാദ്യവും നിലവിലുള്ളതുപോലെ തുടരണമെങ്കിൽ ഈ രീതി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു.